കൂട്ടുകാരെ, ദിസ് ഈസ് മീ യുവർ ടോമച്ചൻ. ജീസസ് കിഡിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. കൂട്ടുകാരെ, ഇന്നൊരു കഥയുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുൻപിൽ വന്നിട്ടുള്ളത്. സ്കൂളിൽ അവധിക്കാലം ആരംഭിക്കുമ്പോൾ അതിന് മുന്നോടിയായി 10 ദിവസം കാട്ടിൽ ക്യാമ്പിന് പോകുന്നത് സ്കൂളിൽ പതിവായിരുന്നു. അങ്ങനെ സ്കൂളിൽ അധ്യാപകരും സെലക്ട് ചെയ്ത 15 പേരും കൂടെ ക്യാമ്പിന് പുറപ്പെട്ടു. അങ്ങനെ അവർ ക്യാമ്പിന്റെ ഒരുക്കങ്ങളെല്ലാം ഭംഗിയാക്കി തീർത്തതിന് ശേഷം മനോഹരമായിട്ടുള്ള ഒരു പ്രദേശത്ത് തങ്ങളുടെ ടെന്റും മറ്റ് സംഗതികളും സ്ഥാപിച്ചു. കാടിന്റെ ഭംഗിയെയും കാട്ടിലെ പക്ഷികളെ കുറിച്ചും പഠിക്കുവാനാണ് ഈ പ്രാവശ്യത്തെ ലക്ഷ്യമെന്ന് അധ്യാപകൻ പറഞ്ഞു. അങ്ങനെ ക്യാമ്പിന്റെ 2 ദിവസങ്ങൾ പൂർത്തീകരിച്ചതിനു ശേഷം അവർ ഉൾക്കാടുകളിലേക്ക് ഗ്രൂപ്പുകളായി തിരിഞ്ഞ് തങ്ങളുടെ യാത്രകൾ ആരംഭിക്കുവാൻ തീരുമാനിച്ചു. കൂട്ടത്തിൽ മിടുക്കനായ കുട്ടിയായിരുന്നു പീറ്റർ. അങ്ങനെ അവർ മുൻപോട്ട് പോകുമ്പോൾ ഒരു പഞ്ചവർണ്ണക്കിളി വഴിയിൽ പറക്കാൻ സാധിക്കാതെ കിടക്കുന്നത് കണ്ടു. ഉടനെ തന്നെ എല്ലാവരും അതിനെ എടുത്ത് തിരിച്ചും മറിച്ചും നോക്കി അതിന്റെ ഭംഗി ആസ്വദിച്ച് അതിനെ വേദനിപ്പിച്ചതിന് ശേഷം അതിനെ കൂട്ടിലേക്ക് ആക്കുവാൻ ശ്രമിച്ചു. എന്നാൽ പീറ്റർ അവരെ തടഞ്ഞു. എന്നിട്ട് അവരോട് പറഞ്ഞു, നമുക്ക് ഈ സമൂഹത്തിൽ സ്വാതന്ത്ര്യത്തോടെ ജീവിക്കുവാനുള്ള അവകാശം ഉള്ളതുപോലെ ഇവർക്കും സ്വതന്ത്രമായി സഞ്ചരിക്കുവാൻ അവകാശമുണ്ട്. ഈ ലോകം മനുഷ്യന്റെ മാത്രമല്ല, ഈ ലോകത്തിലെ എല്ലാ ജീവജാലങ്ങളുടെയും ആണ്. ആയതിനാൽ ഭംഗിയുണ്ട് എന്ന് കരുതി മറ്റുള്ള ജീവജാലങ്ങളെ നമ്മുടെ ഇഷ്ടങ്ങൾക്ക് കൂട്ടിലടയ്ക്കുവാൻ ശ്രമിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ ഏറ്റുവാങ്ങി തലോടിക്കൊണ്ട് കയ്യിലുണ്ടായിരുന്ന വെള്ളവും ധാന്യവും നൽകി. അതിനുശേഷം പഞ്ചവർണ്ണ കിളിയെ പറത്തിവിട്ടു. മനോഹരമായ കിളിയെ തുറന്നു വിട്ടതിനാൽ കൂട്ടുകാർക്കെല്ലാം അവനോട് നീരസമുണ്ടായി. അതെല്ലാം കഴിഞ്ഞ് അവർ ഉൾക്കാടുകളിലേക്ക് പോയി. കുറച്ചു സമയം കഴിഞ്ഞപ്പോഴാണ് അവർക്കൊരു കാര്യം മനസ്സിലായത്. അവർക്ക് തിരിച്ചു വരുവാനുള്ള വഴി മറന്നുപോയിരിക്കുന്നുവെന്ന്. ഇതുകൊണ്ട് എല്ലാവരും പേടിച്ചുപോയി. കാരണം നേരം അപ്പോഴേക്കും സന്ധ്യയായി തുടങ്ങിയിരുന്നു. ഇനിയും വൈകിയാൽ ദുഷ്ടമൃഗങ്ങൾ തങ്ങളെ ഉപദ്രവിക്കും എന്ന് അവർക്കറിയാമായിരുന്നു. ഇതെല്ലാം തിരിച്ചറിഞ്ഞ പീറ്റർ മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിപ്പാൻ തുടങ്ങി. പെട്ടെന്നാണ് അവർ ഒരു ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കിയത്. അതാ, കുറച്ച് സമയങ്ങൾക്ക് മുൻപ് പീറ്റർ ശുശ്രൂഷിച്ച പഞ്ചവർണ്ണക്കിളി അവരുടെ അരികിലേക്ക് പറന്നിറങ്ങുന്നു. പീറ്ററിന്റെ കൈകളിലേക്ക് പറന്നിറങ്ങിയ പഞ്ചവർണ്ണക്കിളി പീറ്ററിന്റെ കൈകൾ പിടിച്ചുയർത്തി ഒരു ദിശയിലേക്ക് പറന്നു. കണ്ടവരും പീറ്റർക്കും കൂട്ടുകാർക്കും മനസ്സിലായി, പുറത്തേക്കുള്ള വഴി പഞ്ചവർണ്ണക്കിളി നമുക്ക് പറഞ്ഞു തരികയാണെന്ന്. എല്ലാവരും പഞ്ചവർണ്ണക്കിളി പോകുന്ന പാത സഞ്ചരിച്ചു. ഒടുവിൽ അവർ മുൻപ് ക്യാമ്പ് ചെയ്തിരുന്ന ടെന്റിന്റെ അരികിലെത്തി. അവിടെ അവരെ കാത്തു നിൽക്കുന്ന ഗ്രൂപ്പുകൾ അവർക്ക് വേണ്ടി കാത്തിരിപ്പുണ്ടായിരുന്നു. പഞ്ചവർണ്ണക്കിളി അവരെ അവിടെ എത്തിച്ചതിനു ശേഷം പീറ്ററിന്റെ കൈകളിൽ ഇരുന്നു. പീറ്ററിന്റെ ഒപ്പം സഞ്ചരിച്ചിരുന്ന കുട്ടികളും അധ്യാപകരും പഞ്ചവർണ്ണക്കിളിയുടെ അടുത്തെത്തി അതിനോട് താങ്കൾ അതിനെത്രമാത്രം വേദനിപ്പിച്ചതിൽ ക്ഷമ ചോദിച്ചുകൊണ്ട് പഞ്ചവർണ്ണക്കിളിയെ തലോടുകയും ധാന്യം നൽകുകയും ചെയ്തു. കൂട്ടുകാരെ, ഈ കഥയിൽ നിന്നും എന്താണ് നമുക്ക് മനസ്സിലായത്? നമ്മുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവരെ അവരുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ നാം ഒന്നും ചെയ്യരുത് എന്നാണ്. പീറ്റർ ആ പഞ്ചവർണ്ണക്കിളിയെ രക്ഷിച്ചില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ അവരുടെ എല്ലാവരുടെയും ജീവിതം തന്നെ ഇല്ലാതാകുമായിരുന്നു. എന്നാൽ സഹജീവികളോടുള്ള പീറ്ററിന്റെ സ്നേഹമാണ്, ആ പഞ്ചവർണ്ണക്കിളിയോടുള്ള സ്നേഹമാണ് അവരുടെ ജീവിതത്തെ തന്നെ രക്ഷിച്ചത്. കൂട്ടുകാരെ, പീറ്ററിനെ പോലെ നമുക്കും സഹജീവികളോട് സ്നേഹത്തോടെ പെരുമാറി ഈ ലോകം മനുഷ്യന്റെ മാത്രമല്ല എല്ലാ ജീവജാലങ്ങളുടെയുമാണെന്ന് തിരിച്ചറിഞ്ഞ് സന്തോഷത്തോടെ ജീവിക്കാം. കൂട്ടുകാരെ, ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു.
ജീസസ് ഗിഡിന്റെ മറ്റൊരു എപ്പിസോഡുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ ദിസ് ഈസ് മീ യുവർ ടോമച്ചൻ സൈനിങ് ഓഫ്.